ആ കുട്ടീന്റെ പേരെന്താണ്? ലിജോ. ലിജോ? അതെന്ത് പേരാ? ഇതെന്റെ മോളുടെ കുട്ടിയാ. മോളുടെ പേര് ലിസിന്നും ഭർത്താവിന്റെ പേര് ജോണിന്നോ. അതാ മോന് ലിജോ എന്ന് പേരിട്ടത്. അവന് മറിച്ച് ജോലിന്നാക്കി കൂടെയോ? അങ്ങനെയെങ്കിലും അർത്ഥം ഉണ്ടാവും. മാഷേ ഇറങ്ങാനായില്ലേ? അതിറങ്ങായി. പ്രഭാത് മാഷേ, ഇനി കുറച്ചു നേരം ചേർത്തിന് വഴി നിങ്ങൾ എടുക്കും. അവന്റെ പേര് ജോലി, അല്ല ലിജോ. വയസ്സും കാര്യമൊക്കെ ചോദിച്ചാൽ. വയസ്സ് എത്രയാ? 5. മാഷേ ചെലവൊന്നുമില്ലേ? എന്തിന്? ഹൗസ് ഓണറുടെ മകൾക്കല്ലേ 10ൽ റാങ്ക്. അവരെ വീട്ടിൽ വാടക താമസിക്കുന്ന എനിക്കാ ചെലവ് ചെയ്യണ്ടേ? പ്രേതവാദം ഉണ്ടെന്ന് പറഞ്ഞ എത്ര പേരാ വീട് ഒഴിഞ്ഞു പോയത്? അപ്പൊ നിങ്ങൾക്ക് ആ വക പേടിയൊന്നുമില്ലേ? കാളിയറോട്ട് തങ്ങൾ മന്ദിരിച്ചിട്ട് ചരട് അരയിലുള്ളിടത്തോളം കാലം ഞാൻ എന്തിനു പേടിക്കണം? 4-ാം ശതകത്തിൽ ഗുപ്ത രാജവംശം ആരംഭിച്ചത് പല കാരണങ്ങൾ കൊണ്ടും ഗുപ്ത ഭരണം ഇന്ത്യ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. 700 ഇന്ത്യ ഭരിച്ചത് ആരെത്താ? ബാപ്പയോ? ബാപ്പ വരുന്നു. അല്ല, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഇപ്പോഴേ പരീക്ഷക്കാലം പോലെ ആയോ? ഉമ്മ പറഞ്ഞിട്ടാ. എന്തെന്ന്? ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ 10ാം ക്ലാസ്സിൽ റാങ്ക് കിട്ടുള്ളൂ. പഠിക്കുന്ന കാലത്ത് നിങ്ങളമ്മ എത്രയാണ് റാങ്ക് വാങ്ങിക്കൂട്ടിയെന്ന് അറിയോ? ഓരോ ക്ലാസ്സിലും 2-3 കൊല്ലം തങ്ങി മനസ്സിരുത്തി പഠിച്ചിട്ടാ 5ാം ക്ലാസ് തന്നെ പാസ്സായത്. റാങ്ക് കിട്ടിയ ഗവൺമെന്റിൽ നിന്ന് കാശ് കിട്ടോ ബാപ്പ? മോൾ ആദ്യം 6ാം ക്ലാസ് പാസ്സാകാൻ നോക്ക്. ക്ലാസ് റാങ്ക് ഒക്കെ ആവുമ്പോ പിന്നെ നോക്കട്ടോ. ആമിന, പല കാരണങ്ങൾ കൊണ്ട് ശമ്പളം കിട്ടിയോ? വന്ന് കേറുമ്പോഴേ കണക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കാനില്ല. അമീന, കുറച്ച് പൈസ തലേന്റെ അടിയിൽ വെച്ച് ഒരു ദിവസമെങ്കിലും കിടന്നു നോക്കാൻ നീ സമ്മതിക്കൂലേ? ഇന്ന് കൊടുക്കാനുള്ള നാളത്തേക്ക് വെച്ച ഭാരം കൂടില്ലേ ഉള്ളൂ. ഭാരം കൂടാനുള്ള ലിസ്റ്റൊക്കെ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ 30 ദിവസം തൊണ്ടയിലെ വെള്ളം വരിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നീ 30 സെക്കൻഡ് കൊണ്ട് തീർത്തരൂല്ലേ? എന്നാ പിന്നെ കാശും മടിയിൽ വെച്ച് പച്ചവെള്ളം കുടിച്ച് കിടന്നോ. അങ്ങനെ അങ്ങോട്ട് പണിഞ്ഞാലോ? ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നീ ആ ചായയും ലിസ്റ്റൊക്കെ എടുത്തു വെക്ക്. നമുക്കൊന്ന് അരിച്ചും കുടിച്ചും നോക്കാണ്. ചെല്ലേ ചെല്ലേന്ന് പോയി ചായ ഉണ്ടാക്കി ചെല്ലേ. അല്ല, ബഹളമൊക്കെ കഴിഞ്ഞോ? ഒരുവിധം. ഇപ്പൊ ബോധ്യായോ ഐശ്വര്യമുള്ള ഒരാൾ തൊട്ടടുത്ത് താമസിച്ചാലുണ്ടാവുന്ന ഗുണം? അല്ലാതെ എന്റെ മോള് അധ്വാനിച്ച് പഠിച്ചോണ്ടല്ല. അതുകൊണ്ടൊന്ന് കൂട്ടിക്കോ. ഏതായാലും മേനോൻ സാർ ഫേമസ് ആയി. പത്രത്തിലും ടിവിയിലൊക്കെ പടടിച്ച് വരുമല്ലേ നീ? അങ്ങനെ ഒരു മോഹമൊന്നും എനിക്കില്ല പക്ഷേ. പണ്ട് കൊടികുത്തി വാളിരുന്ന ഒരു കള്ളപ്പണക്കാരനെ റെയ്ഡ് ചെയ്ത് പിടിച്ചപ്പോ എന്റെ മുഖം ഒന്ന് അച്ചടിക്കാൻ ഈ പത്രക്കാര് പഠിച്ച പണി 18 നോക്കി. നടന്നോന്ന് അച്ചടി പോയി ചോദിക്കേ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ? അതല്ല, മോളിനെ എവിടെ ചേർത്താനോ ഉദ്ദേശിക്കുന്നത്? സെന്റ് മേരീസിലാക്കാന്നോ വിചാരിക്കുന്നേ? ഇത്രയും ദൂരം ഡെയിലി പോയി വരാനോ? പിന്നെ ഹോസ്റ്റൽ എന്തിനുള്ളത് അവിടെ ആക്കും. അല്ല, വീക്കെൻഡ് വീട്ടിൽ വരാമല്ലോ. നടക്കുന്ന കാര്യ. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം മക്കളെ കാണാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ മേനോ സാറേ? ശരിയാ മാഷ് പറഞ്ഞത്. ഇവൻ തിരുവനന്തപുരത്തൊക്കെ പോയി വരുമ്പോ എന്താ അവിടുത്തെ വെപ്രാളം? മാഷെ, സ്നേഹമൊക്കെ മനസ്സിലാ. കുട്ടികളുടെ ഭാവിയാ പ്രധാനം. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസം കുളവാക്കാൻ പാടില്ല. അതെന്നെ പഠിപ്പിക്കേണ്ട, അവിടെ ഇരുന്ന് സ്വയം പഠിച്ചാൽ മതി. ഇതാ ഈ മാസം വാടക പിടിക്ക്. പിന്നെ കഴിഞ്ഞ മാസം 3 പ്രാവശ്യം ചാത്തനേറുണ്ടായി. ഇതാ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങുന്ന സ്റ്റെപ്പിൽ ഒരു തല. ആരുടെ? ഒരു പൂച്ചന്റെ. ഇനി ഇത് ആവർത്തിക്കുകയാണെങ്കിൽ വാടകയിൽ ഞാൻ ഇതിനൊക്കെ പൈസ ഓർക്കും. ആഹാ, നല്ല സാമാന്യ വിജ്ഞാനമുള്ള ഒരുത്തനാണുള്ളത്. ഇന്ത്യൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ. എന്താ പേര്? സുരേഷ് പി. നീയൊന്നും പഠിച്ചിട്ട് ഇന്ത്യ രാജ്യത്തിന് ഒരു കാര്യമില്ല കേട്ടോ മോനെ. ഈ എണ്ണ നരിച്ചു തന്നെ എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ വയ്യ. പരീക്ഷാ പേപ്പർ നോക്കണതിന്റെ ഇടയിലാണ് ഓളൊരു എണ്ണ. ആമിന, എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാതെ വരികയാണ് കേട്ടോ. മൂന്ത വീർപ്പിക്കാതെ നീ അത് അടുപ്പത്ത് നിറക്കി വെക്ക്. നമുക്ക് നാളെ ഇരിക്കാന്ന്. സ്വസ്ഥത തരില്ല, ഒരു മനുഷ്യനും സ്വസ്ഥത തരില്ല എന്ന് വെച്ചാൽ. മാഷേ, ഒന്ന് വന്നേ. ആരാത്? ഒന്ന് വന്നേ, ഒരു സ്വകാര്യം പറയാനാ. ഇന്നേ? ആരാ? എന്ത് സ്വകാര്യം എന്നോട് പറയാനുള്ളത്? ഒന്ന് പുറത്തേക്ക് വരുന്നേ. അല്ല, സ്വകാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും മിണ്ടാതിരിക്കുക. ഇത്ര നാളോ? അല്ലാതെ എങ്ങോട്ടാ പോണേ? വല്ലാതെ ദൂരം പോയാലും അങ്ങനെ അറിയട്ടോ. നമ്മളെ കൽവ് ബേജാറാക്കല്ലേ. കുഞ്ഞാലിക്കുട്ടി മാഷ് രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. ജീവനുണ്ടല്ലോ. സാധാരണ പ്രേതങ്ങൾ വീട്ടിൽ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോണത് രക്തം കുടിക്കാനാ. അതെ,
മാഷിതെ ഇത്ര അടുത്തുനിന്ന് പ്രേതത്തിനെ കണ്ടു എന്നാ പറയണേ. രാവിലെ നോക്കുമ്പോ 102 ഡിഗ്രി പനി. ആണോ? മാഷോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ, ആ വീട്ടിൽ കുട്ടികളും മക്കളുമായിട്ട് താമസിക്കാൻ പറ്റില്ല, അവിടെ പ്രേതശല്യം ഉണ്ടെന്ന്. പറഞ്ഞാ കേക്കണ്ടേ? അപ്പൊ ആരേലും ഒരു കറുത്ത ജരടുണ്ടെന്നും പറഞ്ഞ് ഞെളിച്ച് പിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഇപ്പൊ എന്തായി? കെട്ടുകളെയും മക്കളെയും രാവിലെ തന്നെ നാട്ടിലേക്ക് കയറ്റി വെച്ചു പറയണ കേട്ടു. ഇനി മാഷ് എവിടെ താമസിക്കും? ഇതിന്റെ മോളിലത്തെ മുറി ഒഴിഞ്ഞു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിരിക്കുക. അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ മുകളില്? പിന്നെ അല്ലെങ്കിലും മാഷക്ക് ഇപ്പൊ ചുരുണ്ട് കിടക്കാൻ എത്ര സ്ഥലം വേണം? മേനോൻ സാറേ എത്തിയല്ലോ. സാറേ, മേനോൻ സാറേ, സാർ അറിഞ്ഞില്ലേ എന്ത്? നമ്മുടെ കുഞ്ഞാലിക്കുട്ടി മാഷ് കെട്ടി. അയ്യോ, എപ്പോ? അറ്റാക്ക് ആയിരുന്നോ? അറ്റാക്ക് ഒന്നുമല്ല, മാഷ് ജീവനോടുകൂടി തന്നെ ഉണ്ട്. ഓ, നമ്പ്യാർ ആളെ പേടിപ്പിച്ചോളുന്നല്ലോ. ഞാൻ പേടിപ്പിച്ചതല്ല, മാഷ് പ്രേതത്തിനെ കണ്ട് പേടിച്ചതാ. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. അവിടെ വീട് കാലി ചെയ്തുകൊണ്ടിരിക്കുക. ആ കസാല സൂക്ഷിച്ചു വെക്കണേ, അതിന്റെ കാല് ഇളക്കണ്ട മോനെ. ഓ, പിടിച്ചോ. ആ വന്നോ? കണ്ടു പറയാണ്ട് പോണ്ടി വരുന്നു വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. ഈ കൂടിക്കാഴ്ച നമ്മൾ രണ്ടുപേരുടെയും ബാക്കിയാ. ഇതിന്റെ 2ാം ജന്മമാണ് സാറേ. വിവരങ്ങളൊക്കെ നമ്പ്യാർ പറഞ്ഞു. പക്ഷെ പഠിപ്പും വിവേകമുള്ള മാഷൊക്കെ വിശ്വസിക്കാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രേതത്തിനെന്ത് പഠിപ്പും വരും? നിങ്ങളിപ്പോ എന്നെ കാണുന്നുണ്ടോ? ഇത് സത്യാനെ അത് സത്യ. നേർക്ക് എന്നാ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ തുടങ്ങിയ പനിയാ, ഇപ്പോഴും വിട്ടിട്ടില്ല. മനസ്സിലാകുന്നില്ല പോലും. ഒന്ന് വേഗം ആവട്ടെ. ഇനി ഒരു രാത്രി ഇവിടെ അന്തി കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അത് ആലോചിക്കാനേ വയ്യ. പിന്നെ വീട്ടിന് അഡ്വാൻസ് ഒരു 10,000 രൂപ തന്നിട്ടുണ്ട്. അതിന് 12 ദിവസത്തെ വാടക കഴിച്ചാൽ കിട്ടുന്ന സംഖ്യ തിരിച്ചെന്നാ നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. മാഷർക്ക് അറിയാവുന്നല്ലേ എന്റെ അവസ്ഥ. അന്ന് അത്രയും വലിയൊരു തുക ഞാൻ വാങ്ങിയതിന് ഒരു അത്യാവശ്യത്തിന്റെ പേരില്ല. ഇപ്പോഴും അത് തിരിച്ചുതരാവുന്ന ഒരു സ്ഥിതിയിലല്ല ഞാൻ. ഒരു വാടകക്കാരൻ ഒഴിഞ്ഞു പോകുമ്പോ അഡ്വാൻസ് തിരിച്ചു കൊടുക്കാൻ ഒരു ഹൗസ് ഓണർ ബാധ്യസ്ഥനാ. പക്ഷെ ഇത് മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മുന്നറിയിപ്പായിട്ടാണോ പ്രേതം വരുന്നത്? മാഷകാലം ഈ നാട്ടിൽ തന്നെ ഉണ്ടാവല്ലോ. മോളെ കല്യാണ ആവശ്യത്തിനായിട്ട് ഞാൻ വടക്കേപ്പുറത്ത് വിൽക്കാൻ ആലോചിക്കുന്നുണ്ട്. ആ കാശ് കിട്ടാതെ മറ്റൊരു തിരുമറിക്കുള്ള വഴിയൊന്നും ഞാൻ കാണുന്നില്ല. അല്ലെങ്കിൽ പിന്നെ വീട് വേറെ ആരെങ്കിലും വാടകയ്ക്ക് എടുക്കണം. അവിടെ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചത് അങ്ങനെ തന്നെ മാഷ ഏൽപ്പിച്ചോളാം. അപ്പൊ പുതിയ വാടകക്കാർ വരുന്നവരെ ഞാൻ കാത്തിരിക്കണം എന്നർത്ഥം. ഇരിക്കാതെ പറ്റൂല്ലോ. പക്ഷെ പോവല്ലേ? വാ. അതെ, ഞാൻ ആദ്യം അതൊക്കെ ഒന്ന് നാട്ടിലെത്തിക്കട്ടെ, വന്നിട്ട് വരെ ബാക്കി കാര്യം. പോവാ. ധൈര്യമായിട്ട് കയറിക്കോളൂ സാറേ. ഇതാണ് ഹാള്. പിന്നെ ഇപ്പുറം ഇറന്നായി, അപ്പുറം 2 ബെഡ്റൂം, പിന്നെ കിച്ചണ്, വർക്ക് ഏരിയ. ഇത്രയും സൗകര്യമുള്ള ഒരു വീട് ഈ വാടകയ്ക്ക് സാറിന് കണി കാണാൻ കിട്ടൂല. സരോജം ശരിക്കും നോക്കിക്കോളൂട്ടോ. പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഒന്നാണ് ഒരു വെള്ള, പിന്നെ കാറ്റ്, ഫാനിന്റെ ആവശ്യം കൂടി ഇല്ല. ഓഫീസിൽ ഇവിടുന്ന് എത്ര ദൂരം കാണും? ഈ പാടാണ്ട് കടന്നില്ല ഓഫീസിലേക്കല്ലേ. പിന്നെ റോട്ടിലൂടെ ആവുമ്പോ ഒന്ന് ചിറ്റേണ്ടി വരും. മിസ്സിന്റെ മുഖം കണ്ടല്ലാതെ വീട് ഇഷ്ടായിന്ന്. മോശമില്ല, പക്ഷെ അഡ്വാൻസ് 10,000 എന്നൊക്കെ പറഞ്ഞാ അത് ഇത്തിരി കൂടുതലാണ്. വാടക 5 10 കുറഞ്ഞാലും അഡ്വാൻസ് 10 താഴൂല. മൂപ്പര് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടേ. പുള്ളിക്ക് എന്താ പരിപാടി? മേനോൻ സാർ ഇൻകം ടാക്സിൽ ഇപ്പൊ റിട്ടയർ ചെയ്തു. കുറച്ച് ടൈറ്റിലപ്പോ. ശേഖരമേന്റെ ഭാർഗവി നിലയം എന്ന് പറഞ്ഞ വീട് തന്നെയാണോ ഈ പ്രേതശല്യമൊക്കെ ഉള്ളത്? വീട് തന്നെ, പക്ഷെ അങ്ങനെ ഇത് ലോകം മുഴുവൻ അറിഞ്ഞോ? എന്റെ കാളിയറോട് തങ്ങളെ ഇതിലൊന്നിനും വിശ്വാസമില്ലാത്ത ഒരാൾ എനിക്ക് കാണിച്ചു തരണേ. അതെ, 10 ചട്ടി വേഗം താഴേക്ക് എത്തിക്കും കേട്ടോ. നമസ്കാരം. കോൺട്രാക്ടറല്ലേ ബാലു? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചേട്ടാ ചേട്ടാ, ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. കോൺട്രാക്ടർ എന്താ വിളിച്ചിരിക്കുകയാണോ? ഏയ്, ഞാൻ ഈ പലവയ്ക്ക് എന്തോ കേട്ടണമെന്ന് കേട്ടപ്പോ എന്താണെന്ന് നോക്കായിരുന്നു. എന്താ വിശേഷിച്ച്? ഞങ്ങളുടെ ജില്ലാ കൺവെൻഷൻ. ഓ, സംഭാവന. 100 രൂപയോ? ഞങ്ങളൊരു കോൺട്രാക്ടറിൽ നിന്ന് മിനിമം പ്രതീക്ഷിക്കുന്നത് 1000 രൂപയാണ്. അയ്യോ, കോൺട്രാക്ടറിന് പേര് മാത്രമേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാളാ ഞാൻ. ദിവസവും കൂലി കൊടുക്കാൻ തന്നെ ഭയങ്കര ടൈറ്റാ. പിന്നെ സർക്കാരിൽ നിന്ന് ബില്ല് മാറി കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ള പറ്റി ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ രാഷ്ട്രീയത്തിലൊരു വലിയ മാറ്റം നടക്കാൻ പോവാണ്. ഞങ്ങളോട് കേറിയാ പിന്നെ പറയണ്ടല്ലോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ പിന്നെ അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് മോളേക്ക് ആവശ്യം വരില്ലേ? ഈ താങ്ങ് കൊടുക്കാനും വാർപ്പിനൊക്കെ
പിന്നെ ആ അതിന് 10 രൂപ മുളയോളുണ്ടോ കൊടി നാട്ടാനാ സമ്മേളന സ്ഥലത്ത്. അയ്യോ അതിന് മാത്രമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല തട്ടടിക്കുന്ന ടൈമായി. എന്നാ സമ്മേളനം? അടുത്ത ഞായറാഴ്ച. അപ്പൊ പിന്നെ പ്രശ്നമില്ല. തട്ടടിക്കേണ്ടത് പിന്നത്തെ ബുധനാഴ്ച. സമ്മേളനം കഴിഞ്ഞ് തിരിച്ചുകൊണ്ടിട്ടാ മതി. അത് ഞങ്ങൾ ഏറ്റു. എന്നാ വരും, വന്നാട്ടെ. 100,000 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിരിവാരം എന്റെ അടുത്തേക്ക് അയക്കരുതെന്ന്. അവരെ കണ്ട് മുങ്ങി എന്നെ നീ അവരുടെ മുമ്പിലേക്ക് തള്ളിവിട്ടു. ചേട്ടൻ മുങ്ങിയതാണെന്ന് ഞാൻ അറിയണ്ടേ? എടാ അതിനാണ് കോമൺ സെൻസ് വേണമെന്ന് പറയുന്നത്. കോമൺ സെൻസ് ഇല്ലാത്തവന് ഒരിക്കലും ഒരു നല്ല കോൺട്രാക്ട് ആവാൻ പറ്റില്ല. അതുകൊട്ടെ സമ്മേളന സ്ഥലത്ത് കൊടി നാട്ടാൻ മുള നിന്റെ അപ്പൂപ്പിന്റെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് ഈ ജന്മത്ത് കിട്ടാൻ പോണില്ല. എന്നാ പിന്നെ തരാൻ പറ്റില്ല എന്ന് ചേട്ടന് പറഞ്ഞാ മതിയായിരുന്നില്ലേ? എടാ നയം വേണം. രാഷ്ട്രീയക്കാരെ മുഖത്ത് നോക്കി വെറുപ്പിക്കരുത് എന്നാണ് ഒരു കോൺട്രാക്ടർ ആദ്യം പഠിക്കേണ്ടത്. ഗുരുനാഥന്റെ മകനായി പോയില്ലേ? അല്ലെങ്കിൽ നിന്നെ പോലൊരു മരമണ്ടനെ 1 മണിക്കൂർ നേരെ എന്റെ ഐസ്ക്രീം ഞാൻ നിർത്തുകയില്ല. കോൺട്രാക്ടർ അല്ലേ? അതെ. നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസമുണ്ടോ? മനസ്സിലായില്ല. അല്ല, ടൗണിൽ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നതെന്നും ദിവസേന പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു വീട് അന്വേഷിക്കുന്നതെന്നും കേട്ടു. നല്ല ഒന്നാന്തരം വീടുണ്ട്. വാടക ചില നീക്കുപോക്കൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അഡ്വാൻസ് 10,000 റുപ്യ തന്നെ കൊടുക്കണം. പിന്നെ എന്താ, അല്ലറ ചില്ലറ പ്രേതശല്യം ഉണ്ടെന്ന് മാത്രം. ആത്മധൈര്യമുള്ളവർക്ക് എന്ത് പ്രേതം? ധൈര്യത്തിന് കുറവൊന്നുമില്ല. ആ, പിന്നെ നിങ്ങളെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആലോചിക്കാം.